ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സൗദി അറേബ്യയുമായി ചർച്ച നടത്താൻ തയ്യാറാണെന്ന് ഇസ്രായേലിൻ്റെ ഒരു പ്രതിനിധിയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. മേഖലയിലെ സംഘർഷപരമായിരിക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും തങ്ങൾക്ക് സംസാരിക്കാൻ സൗദിയോട് താല്പര്യമുണ്ട് എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ വന്നു. ഖത്തറിനേക്കാൾ തങ്ങൾക്ക് വിശ്വാസം, അല്ലെങ്കിൽ ഖത്തറിനേക്കാൾ കുറച്ചുകൂടി പക്വതയോടുകൂടി സംസാരിക്കാൻ സൗദി അറേബ്യയോടാണ് നല്ലത് എന്ന അഭിപ്രായമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വരുന്നത്. ഇത് ഔദ്യോഗികപരമായിരിക്കുന്ന സർക്കാരിൻ്റെ അഭിപ്രായമൊന്നുമല്ല. അത്തരമൊരു അഭിപ്രായങ്ങളും ഈ ചർച്ചയിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അടുത്ത ദിവസമാണ് റഫ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് സൈനികർ കൊല്ലപ്പെട്ടതിനോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ചർച്ച ഈ സൈനിക കമാൻഡർമാരും ഭരണാധികാരികളും പ്രതിപക്ഷവും കൂടി നടത്തിയത്. അത് നെസറ്റിൽ വെച്ചിട്ടൊന്നുമല്ല, അതല്ലാത്ത രീതിയിൽ ബങ്കറുകളിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു രഹസ്യമായിരിക്കുന്ന കേന്ദ്രത്തിൽ വെച്ചിട്ടോ ആണ് ചർച്ച നടത്തിയത്. ഇപ്പോഴത്തെ മേഖല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമ്മൾക്ക് സൗദി അറേബ്യയുമായിട്ട് ചർച്ച ചെയ്യണം. സൗദി അറേബ്യയുമായിട്ട് ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഗസയുടെ ഭരണം സൗദി അറേബ്യ ഏറ്റെടുക്കണം എന്ന തരത്തിലാണ്. അങ്ങനത്തെ ഒരു കരാർ വ്യവസ്ഥയിൽ സൗദി അറേബ്യ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ പിന്തുണ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. എന്നാൽ സൗദി അറേബ്യ ഇതിനോടനുബന്ധിച്ച് അവർ നിലപാട് പറഞ്ഞതും ആ നിലപാട് അവർ ആവർത്തിച്ചതും ഈ ചർച്ചയോടനുബന്ധിച്ച് തന്നെ പറയപ്പെട്ട കാര്യമാണ്. അവർ പറഞ്ഞത് ഫലസ്തീൻ സ്വതന്ത്രമാവാതെ ഇസ്രായേലുമായിട്ട് യാതൊരു തരത്തിലുള്ള നയതന്ത്രവും ഉണ്ടാവില്ല. കിഴക്കൻ ജെറുസലേം തലസ്ഥാന നഗരിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഫലസ്തീൻ രാഷ്ട്ര സ്വാതന്ത്ര്യമാണ് അനിവാര്യം. അത് 1967 അറബ്-ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം UN സഭയുടെ മധ്യസ്ഥതയിൽ നടന്നിരിക്കുന്ന ചർച്ചയോടനുബന്ധിച്ച് തീരുമാനമായതാണ്. അതെന്ത് ചെയ്യണം? ഇസ്രായേൽ അംഗീകരിക്കണം. അത് അംഗീകരിക്കുന്ന സമയത്ത് മാത്രമേ അവരുമായിട്ട് തങ്ങൾക്ക് ബന്ധമുണ്ടാകൂ എന്ന് സൗദി അറേബ്യ പറഞ്ഞു. അത് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. ഈ ഒരു ചർച്ച വന്നതോടനുബന്ധിച്ച് മറ്റൊരു പ്രതിനിധി പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. അവർ പറയുന്ന കാര്യം ഫലസ്തീൻ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. എന്നാൽ നമ്മൾ പറയുന്നത് ഗസയിലെ ഭരണം ഏറ്റെടുക്കുന്നതാണ്. രണ്ടും രണ്ടാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഹമാസിനെ ആ പ്രദേശത്ത് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ തങ്ങൾ അനുവദിക്കുകയില്ല. അതിന് പകരമായിട്ട് എന്ത് ചെയ്യണം? ആ മേഖലയിലെ ഭരണം ഏറ്റെടുക്കണം. മാത്രമല്ല ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഹമാസിൻ്റെ ആളുകളോ അല്ലെ മറ്റുള്ളവരുമായിട്ടോ ചർച്ച ചെയ്യാൻ വേണ്ടി ഈ ഖത്തറിനോടൊപ്പം അല്ലെ ഈജിപ്തിനോടൊപ്പം ഈ സൗദി അറേബ്യ വേണം എന്നുള്ളതാണ്. അങ്ങനെ ആ സമയത്ത് ഈ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങൾക്കൊക്കെ സൗദി അറേബ്യ പറയുന്ന നിലപാട് കുറച്ചുകൂടി സ്വീകാര്യത വരും. അങ്ങനെ ആവുന്ന സമയത്ത് ഒരു പക്ഷേ എന്താണോ ഇസ്രായേൽ ഉദ്ദേശിക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ടതൊന്നും വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടില്ല. ഒരു പ്രധാനമായിരിക്കുന്ന വിഷയം പറയുന്നുണ്ട്. ഗസയുടെ ഭരണം മാറിയിട്ട് അവിടെ സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം വരിക. ഈജിപ്തോ ഖത്തറോ മറ്റേതെങ്കിലും അറബ് രാജ്യങ്ങൾ അതിനെ പിന്തുണക്കുകയാണെങ്കിൽ സ്വാഗതം. ഈ നിലപാട് ഒരു രാജ്യവും ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ഗസ ഭരിക്കേണ്ടത് ഗസക്കാരാണ്. അവർക്കാണ് അതിൻ്റെ സ്വാതന്ത്ര്യം അവകാശമുള്ളത്. അതിലൊരു അറബ് രാജ്യങ്ങൾ ഇടപെടില്ല. അത്തരം സ്വപ്നങ്ങളൊന്നും നിങ്ങൾ കാണണ്ട എന്നുള്ളൊരു മറുപടി ഇതിനിടയിൽ ഖത്തർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഖത്തറിനോട് വലിയ മതിപ്പില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ പെരുമാറുന്നത്. ഖത്തറിന് രണ്ട് മുഖമുണ്ട്, ഇരട്ട മുഖമുണ്ട്. ആവശ്യത്തിനനുസരിച്ച് അവരത് ഉപയോഗിക്കാറുണ്ട്. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ ഖത്തറിനോട് ഇപ്പോൾ പറയാറില്ല. അങ്ങനെയൊക്കെ പോകുന്ന കുറേ വിഷയങ്ങൾ. നിങ്ങളുടെ എല്ലാ നയങ്ങളും നിലപാടുകളും ഞങ്ങൾ സ്വീകരിക്കുമെന്ന് നിങ്ങൾ കരുതൊന്നും വേണ്ട. ഞങ്ങൾ രണ്ട് രീതിയിലാണ് കാണുന്നത് എന്നൊക്കെയാണ് ഖത്തറിനോട് മറുപടി പറഞ്ഞത്. ഖത്തർ കൃത്യമായ രീതിയിൽ മറുപടി തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ 138 ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി ഖത്തറിന് നേതൃത്വമുള്ള മധ്യസ്ഥതയിലാണ് അത് നടന്നത് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഞങ്ങൾക്ക് ഒറ്റ മുഖം മാത്രമേ ഉള്ളൂ, നിലപാടാണ്. ആ നിലപാട് എല്ലാ കാര്യത്തിലും പറയാറുണ്ട്. ഇസ്രായേലിൻ്റെ നയങ്ങളോ നിലപാടുകളോ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. മനുഷ്യത്വപരമായ രീതിയിൽ അവർ പ്രയാസം അനുഭവിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളത് മതപരമായിരിക്കുന്ന ഞങ്ങളുടെ ഈ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അതിൽ ഇടപെട്ട് എന്ന രീതിയിലൊക്കെ അവർ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്ഥിതികളിൽ എന്ന് പറയുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ ഇപ്പോൾ ഖത്തറിനോട് പറയാൻ അവർക്ക് പ്രയാസമുണ്ട്. വെടിനിർത്തൽ വേണം എന്നുള്ള അഭിപ്രായം സൂചന നൽകിയിട്ടുണ്ട് ഈജിപ്തിനോട്. ഈജിപ്ത് അത് ഫലസ്തീനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ഫലസ്തീൻ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശം എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ നിർദ്ദേശങ്ങൾ അവരോടും പറഞ്ഞിട്ടുണ്ട്, അതിനൊരു മറുപടിയും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ എവിടെയും എത്താത്ത രീതിയിലുള്ള ഒരു പ്രയാസഘട്ടത്തിൽ നിൽക്കുന്ന സമയത്താണ് യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള എതിർപ്പ് ഇസ്രായേൽ ഉണ്ടായത്. അപ്പോൾ അതിനെയും കൂടി പ്രതിരോധിക്കാൻ ഇപ്പോഴത്തെ നിലവിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരോഗ്യമില്ല. അങ്ങനെ വരുന്ന സമയത്താണ് സൗദി അറേബ്യ ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് വരണമെന്നൊരു അഭിപ്രായം പറഞ്ഞത്. സൗദിയുടെ ഭാഗത്തുനിന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ യാതൊരു പ്രതികരണം പുറത്ത് വന്നിട്ടില്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. തുടർന്നുള്ള ദിവസങ്ങൾ ഒരു പക്ഷേ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവരുടെ മറുപടിക്ക് അനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യും, അല്ലെങ്കിൽ തീരുമാനമെടുക്കും എന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ വിഷയം തന്നെയാണ് ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം.
അത് അമേരിക്കയും ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ വിപുലമാക്കപ്പെട്ട രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് തങ്ങളുടെ ചില നിലപാടുകൾ ഹമാസിനെ കൊണ്ട് അല്ലെങ്കിൽ പലസ്തീനെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമാക്കുന്നത് എന്നാണ്. വലിയ സ്വാധീനം പലസ്തീൻ വിഷയത്തിൽ സൗദി അറേബ്യയെ കൊണ്ട് ഖത്തറിനുമുണ്ട്, നമുക്കറിയാവുന്നതാണ്. വലിയ സാമ്പത്തിക സഹായം വർഷാന്തം ഈ ദേശത്തിന് വേണ്ടിയിട്ട് അവർ നൽകി വരാറുണ്ട്. അതുകൊണ്ട് വലിയ ബന്ധങ്ങളാണ്. ആ ബന്ധത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചില നയങ്ങളും നിലപാടുകളും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഇസ്രായേൽ പറയുന്നത് അനുസരിക്കണം എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്ന് ഇതാണ് പറഞ്ഞത്, ഗസയിലെ ഭരണം ഹമാസ് ഒഴിഞ്ഞു മാറണം, അതിൽ പുതിയ ഭരണ സംവിധാനങ്ങൾ വരണം. അതിലൂന്നിയിരിക്കുന്ന ഏതൊരു ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യയോട് സംസാരിച്ചത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്.